പണ്ടൊക്കെ ഗുണ്ടാ സംഘങ്ങൾ, പിന്നെ രാഷ്ട്രീയ കൊലപാതകം, അങ്ങനെ ഗുണ്ടകൾ തമ്മിലുള്ള അടിപിടി വെട്ടുകുത്ത് അതൊക്കെ നടക്കുവാന്ന്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ അല്ലാത്ത പലതരത്തിലുള്ള കൊലപാതകങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല, കേസ് അന്വേഷണം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുവാന്ന്. അപ്പോൾ അന്ന് ഇപ്പോൾ ഒരു സമയത്ത് ഈ ഗുണ്ടകളുടെ പരിപാടിയും പാർട്ടിക്കാരുടെ പരിപാടിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഗുണ്ട ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഷാജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ, അങ്ങനെയൊക്കെ പേരിൽ തമ്മന ഷാജി എന്നൊരു ഷാജി ഇല്ലേ, പിന്നാരാ അങ്ങനെ ഷാജി എന്നുള്ള പേര്, ഇതൊക്കെ ഇച്ചിരി അല്ലേ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഗുണ്ടകളുടെ പേരാണ് അത്ര. അപ്പോൾ ഇങ്ങനെയുള്ളവർ പോലീസിന് അറിയാം, അവർ ചിലപ്പോൾ എന്തെങ്കിലും കൊട്ടേഷൻ പിടിക്കാൻ സാധ്യത. പക്ഷെ കൊലപാതകമൊക്കെ കുറവാണ്, കൂടുതലും സെറ്റിൽമെൻറ്റ്സ്, പിന്നെ ചെറിയ തല്ലും പിടിയും പരിപാടിയൊക്കെ ഉണ്ടാവും. അവർ പോലീസുകാർക്ക് എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ അറിഞ്ഞ് ചിലപ്പോൾ പലതും തടയാനൊക്കെ പറ്റും. പിന്നെ പോലീസുകാരായിട്ട് ഇവർ കുറച്ചൊക്കെ സഹകരിക്കുകയും ചെയ്യും. പക്ഷെ ഈ കൊലപാതകികൾ അങ്ങനൊന്നും അല്ല, അവരെ അങ്ങനെ കണ്ടെത്താനൊന്നും പറ്റത്തില്ല ഒരിക്കലും. അവരങ്ങനെ എപ്പോഴും ഒന്നും കൊല ചെയ്യുന്നവരൊന്നും അറിയാം. ചിലർ മാത്രമേ ഉള്ളൂ 2-3 ഒക്കെ ചെയ്യുന്നത്. 2-3 ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരുത്തിന് ജാമ്യം കിട്ടിയിട്ട് അവൻ ഇറങ്ങി വന്ന് വീണ്ടും 2 പേരെ കൂടെ കൊന്നു. ഒരു കൊലക്കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടിയിട്ട് ഇറങ്ങി വന്ന് വേറെ 2 പേരുടെ കൊല്ലാനുണ്ടാകുന്ന അതോടെ കൊന്നിട്ട് പുള്ളി അങ്ങ് തിരിച്ച് കയറാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ കൊലപാതക പരിപാടികൾ, ഗുണ്ട, ഈ പറഞ്ഞ പോലെ ഈ ഗ്യാങ് വാർസ് ഒന്നും അങ്ങനെ കാണുന്നില്ല. വാർത്തകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 2015 കൂടിയല്ലേ, ഒരു 2015 അത് തന്നെ 18 കൃത്യമായിട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. കൊറോണയും കൂടെ വന്നു പോയപ്പോഴത്തേക്കിന് ആ ഒരു ട്രെൻഡ് അങ്ങ് പോയി. ഗ്യാങ് വാർ ഒന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ വേറൊരു സാധനം വരുന്നത് കണ്ടോ, എല്ലാ ദിവസവും കേൾക്കാൻ പറ്റും, മകൻ അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചു, കാമുകനും കാമുകിയും ലൈംഗിക ബന്ധത്തിനിടയിൽ കാമുകിയെ കൊല്ലുന്നു, കാമുകനെ കൊല്ലുന്നു, ആസിഡ് ഒഴിക്കുന്നു, വിഷം കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അതെല്ലാം ഈ ചെറുപ്പക്കാർ കൂടുതൽ ഇതിനകത്തോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രായമുള്ളവരുകൊണ്ടില്ലെന്നല്ല, പക്ഷേ കുറേയൊക്കെ ഒത്തിരി ചെറുപ്പക്കാർ ഈ പറഞ്ഞ പരിപാടിയിൽ കേതിൽ ഈ കഴിഞ്ഞ ദിവസം അമ്മയും വല്യപ്പനെയും കൂടെ തലക്കടിച്ച് കൊന്ന യുവാവ്, വയ്യാതായ അമ്മയെ കൊന്നിട്ട് എന്ന് കാണിച്ച ആൾ, അങ്ങനെ ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റുന്നു. നേരത്തെ ഇല്ലെന്നല്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കൂടിയ പോലെ തോന്നും. വാർത്തകളിലൊക്കെ ഇതിന് കുറച്ചുകൂടി പ്രാധാന്യം കിട്ടുന്നുണ്ട്, ആളുകൾ എൻ്റർടൈൻ ആവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. എല്ലാവരും ഇതിൽ നിന്ന് കേൾക്കും, അവൻ എന്തൊരു മനുഷ്യനാണ്, അവൻ എന്താ അങ്ങനെ ചെയ്തേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ, അമ്മയൊക്കെ കൊല്ലാന്ന് പറഞ്ഞു, ഭാര്യയെ അങ്ങനെ കാമുകനും കുറേ സാധനം ഉണ്ടെന്നേ. ഇതിനകത്ത് വേറെ രസമുള്ള, ഇതിനകത്ത് കുറേയൊക്കെ ഡ്രഗ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഡ്രഗ്സിനകത്തൊക്കെ പണ്ട് ഈ പെത്തഡിൻ, മോർഫിൻ പോലത്തെ സാധനങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ കഞ്ചാവും ചരസും ഓയിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സൈസ് സാധനം ഇച്ചിരി കുറവായിരുന്നു. കഞ്ചാവിനും ചരസിനൊക്കെ അങ്ങനെ കുറച്ചുണ്ട്. അതിന് മുമ്പ് അതില്ല. മദ്യപാനവും ഈ കുത്തിവെപ്പുകാരും കൂടി കുറേ അക്രമമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ MDMA പോലത്തെ സാധനം കൂടെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കി പിള്ളേർ അടിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ കഞ്ചാവൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനൊരു 5 വർഷമൊക്കെ അടിക്കണമായിരിക്കും. ഒന്നിച്ചിരി അവൻ്റെ ആ സൈക്കാട്രിക് ലെവൽ തെറ്റി ചിലപ്പോൾ ഒരു 10 വർഷം വരെ അടിക്കുമ്പോഴായിരിക്കും ഭ്രാന്തിന് മൂക്കുന്നത്. അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല സാധനങ്ങൾ കാണിക്കും. പക്ഷേ ഇതൊന്ന് കൂടി വരാൻ പല റേഞ്ചിലുള്ള രീതികൾ, എല്ലാവർക്കും ഒരുപോലെ 10 വർഷം വേണമെന്നില്ല, ചിലപ്പോൾ 3 വർഷം കൊണ്ടൊക്കെ ഒരു സമനില തെറ്റുക. സമനില തെറ്റുക തന്നെയാണ് അത് കൂടാനുള്ള സാധ്യത. സമനില തെറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ജീവിതത്തിൽ. അത് എന്തടിച്ചിട്ടും കാര്യമില്ല. കാരണം അടിക്കും, അവരതിൻ്റെ വഴിക്ക് പോകും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകും. പിന്നെ എന്ന് പറഞ്ഞ് നടക്കത്തില്ല, എന്നാൽ എല്ലാം അടിച്ചിട്ടും ഉണ്ടാവും. എൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ്. ഞാൻ അടിക്കാന്ന് പറഞ്ഞാൽ എന്തും അടിക്കും. അങ്ങനെ വലിയ വിരോധവും ഇല്ല, എന്ന് ഇതിനോട് വലിയ താല്പര്യവും ഇല്ല. അത് ആ ഒരു പ്രായത്തിൽ അങ്ങനെ, അതേ പ്രായത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകുന്ന പലർക്കും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ചിലർക്കൊന്നും നിർത്താൻ പറ്റുന്നില്ല, ചിലർ ഭയങ്കര അടി, പലരും. അവരൊക്കെ പല രാജ്യത്തൊക്കെ പോയി ഭ്രാന്ത് പിടിച്ചവരൊക്കെ ഉണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുമല്ലോ, ആ പ്രായത്തിൽ മനസ്സിലാകത്തുമില്ല.
എന്നീ മുന്നേ പോയ ആൾക്കാർ പറയുന്നത് പറയാവുന്നേ ഉള്ളൂ. എന്നാലും ശ്രദ്ധിക്കാൻ മറ്റുള്ളവർ പറയാത്ത രീതിയിൽ ഞാൻ പറയാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അടിയുടെ ഒരു ഇൻ്റർവെൽ വേണമെങ്കിൽ കലണ്ടറെ മാർക്ക് ചെയ്ത് അടിച്ചാൽ രക്ഷപ്പെടാൻ വേണമെങ്കിൽ മാസത്തിലൊരിക്കൽ 3 മാസത്തിലൊരിക്കൽ ഓരോ ഇതിൻ്റെ ആ ഒരു ഡ്രഗിൻ്റെ ഹാർഡ്നെസ് വെച്ച് അല്ലെ അതുണ്ടാക്കുന്ന സൈഡ് എഫക്ട്സിനെ പറ്റി മനസ്സിലാക്കി അല്ലെ ഇത് കൂടുതൽ ഉപയോഗിച്ചാലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും എല്ലാം ഇതിൻ്റെ ആ ഒരു പവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതൊന്നും അങ്ങനെ അധികം അടിക്കരുത്. അടിച്ചാൽ പെട്ടെന്ന് ഈ കിഡ്നി, ലിവർ, ഈ ബ്രെയിൻസ്, ന്യൂറോൺസ് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ നെർവ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെർവ് സിസ്റ്റമൊക്കെ അടിച്ചു പോകുന്ന ടൈപ്പ് ഈ സെല്ലുകൾ പോയാൽ പിന്നെ ഒരിക്കലും രണ്ടാമതൊരു പിന്നൊരു വളർച്ചയില്ല അതിന്. ചത്ത് എന്ന് പറയുന്ന പോലത്തെ കുറേ സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ബ്രെയിൻ സെൽസൊക്കെ ഡാമേജ് ആയാൽ തീർന്നു. അപ്പം അങ്ങനെ ഓർമ്മ നശിക്കും, ഈ പറഞ്ഞ ചിന്തിക്കാനുള്ള ശേഷി നശിക്കും, ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് തിരിച്ചറിവുള്ള ആൾക്കാർ ഇത് അധികം യൂസ് ചെയ്യത്തില്ല. പക്ഷേ തിരിച്ചറിവുണ്ടെങ്കിലും അറിവുണ്ടായിട്ട് കാര്യമില്ല. ഇത് കൺട്രോൾ ചെയ്യാനൊരു കപ്പാസിറ്റി ഇല്ലാത്ത, ഈ മെൻ്റൽ കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവർ പിന്നെ ഇൻ്റർവെൽ തെറ്റിച്ചടിക്കുമ്പോൾ ഇന്നും അടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും. അവർക്ക് ഈ കലണ്ടർ നോക്കാൻ അറിയത്തില്ല. അല്ല 1 മാസം കഴിഞ്ഞ് അടിച്ചാൽ മതി, ഇനി എന്തിന് ഇത് കിട്ടി കുറേ ഉണ്ട് അതെല്ലാം കൂടെ അടിച്ച് തീർക്കണം, അങ്ങനെയൊക്കെ ഒന്നുമില്ല. കളയണം, എങ്ങടുത്തും കളഞ്ഞേക്കണം. വേണ്ടാത്ത സാധനം എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണല്ലോ അത് അടിക്കാൻ നിൽക്കില്ല. അല്ലെ ആർക്കെങ്കിലും എടുത്തും കൊടുത്തേക്ക് വെറുതെ. അടിക്കാർ കൂട്ടുകാരുണ്ടല്ലേ, നമ്മൾ അടിക്കരുത്, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ പറയാറുള്ളത്. ചിലർക്കൊക്കെ ഗുണമായി, ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല, ചിലരൊക്കെ അത് കേട്ടിട്ടും കേൾക്കാതെ പോയ ആൾക്കാരുണ്ട്. ഇവർക്ക് ഒരു കാരണവശാലും പലർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു വ്യത്യാസമാണ്. ചിലർ പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു സംഭവം ശ്രമിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് വലിയ കുഴപ്പമില്ല, എന്നാൽ വല്ലപ്പോഴൊക്കെ അടിക്കുമ്പോൾ നല്ല സുഖമുണ്ടെന്ന്. വല്ലപ്പോഴും അടിക്കുമ്പോൾ നല്ല സുഖം. കാരണം ആദ്യമായിട്ടൊക്കെ അടിക്കുമ്പോൾ ഉള്ള കിക്കൊക്കെ കിട്ടുന്നുണ്ട്. അതേ കിക്ക് ഇപ്പോൾ കിട്ടുന്നു. അത് തുടരെ അടിച്ചുകൊണ്ടിരുന്നാൽ ഒരു ബെഗ് അടിക്കുന്ന സമയത്ത് 6 എണ്ണം അടിച്ചാലും ഒന്നും ആകത്തില്ല. കാരണം ടോളറൻസ് അതുപോലെ കൂടിയേക്കും. അതുപോലെ തന്നെ കഞ്ചാവാണേലും കൊള്ളാം, ഈ MDMA ആണെങ്കിലും കൊള്ളാം, ഏത് സാധനമാണെങ്കിലും ഏത് മരുന്നാണെങ്കിലും കുറേ കഴിച്ച് കഴിഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് ബോഡിയിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ മാനസികമായി ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയെ ഒരു പേരൻറ്റിന് തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പേരൻറ്റിന് മാത്രമല്ല, ഇവിടുത്തെ സ്കൂളിലും അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഒരു സൈക്യാട്രിക് കൗൺസിലർ അല്ലെ സൈക്കോളജിക്കൽ കൗൺസിലർ അല്ലെ സൈക്യാട്രിക് ഡോക്ടേഴ്സൊന്നും ചെന്നെത്തി നോക്കി ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. പക്ഷെ സ്കൂളിൽ പറ്റും. എല്ലാ കുട്ടികളും സ്കൂളിൽ പഠിക്കാൻ എത്തുന്നുണ്ട്. ഇവരെല്ലാം ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. എല്ലാവരും എടുത്ത് നോക്കിക്കോ. ഈ തലക്കടിച്ച് കൊന്നവനും തള്ളയെ കൊന്നവനും ബലാത്സംഗം ചെയ്തവനൊക്കെ ഏതോ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇവർ ഈ കുട്ടിക്കാലം തൊട്ടേ മിസ്ബിഹേവിയേഴ്സ് തുടങ്ങും. അപ്പോൾ അവരുടെ ഒരു രീതി കണ്ടാൽ അറിയാം ഈ കുട്ടി. പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോടെ ചെക്ക് ചെയ്താൽ ഇവർ ചെറിയതായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഇവരുടെ ഫാമിലി കൗൺസിലിങ്, ഇനി ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്ന അല്ലെ അതിനെ പഠിപ്പിക്കുന്ന രീതി, ഇനി അതിനെ കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തുന്ന ആ ഹോസ്റ്റൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന അവിടെയും ഈ പറഞ്ഞ പോലെ ഈ പൊട്ട ടീച്ചർമാരും വാർഡനും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം വീണ്ടും പ്രശ്നമാവും, വയലൻസ് കൂടും, അടി കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ട് മാത്രം നോക്കിയാൽ തന്നെ ഇത്തിരി കൊലപാതകങ്ങൾ അല്ല ഇതുപോലുള്ള ആളുകൾ നശിച്ചു പോകുന്നു. ഇപ്പം എത്ര ജീവിതം ഒന്നിച്ച് നശിക്കുന്നത്. ഒരു തന്തയും തള്ളയും തല്ലിക്കൊന്ന് ഇവനും പോയി തീർന്നു, ഒരു കുടുംബം മൊത്തത്തിൽ നശിച്ച്. ഉത്തരവാദികൾ ആരാന്ന് ചോദിച്ചാൽ അവർക്ക് അറിവില്ലായ്മയുണ്ട്. ഇവിടെ അറിവുള്ളവനുണ്ട്, ഭയങ്കര ഉദ്യോഗസ്ഥനുണ്ട്. അവനൊക്കെ യൂട്യൂബ് നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ മറ്റേ ചെറുത്താൻ എന്തോ പറഞ്ഞു, ആറാട്ടൻ എന്തോ പറഞ്ഞു, അല്ല അവൻ നോക്കണ്ടേ. അല്ല ഇവിടുത്തെ വലിയ പുള്ളികളുണ്ട്, ഭയങ്കര ചർച്ച നടത്തി വിടുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തി ഏതാണ്ട് പറഞ്ഞു അവളെ എന്തോ ചെയ്തെന്ന് പറയത്തില്ല, എന്തോ പറഞ്ഞെന്നൊക്കെ. വിഷമമായി. ഇപ്പോൾ ഹണി റോസിൻ്റെ കേസൊക്കെ പോലത്തെ കേസ് തലയെ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്ന മാധ്യമങ്ങളും പോലീസുകാരും നിയമ സംവിധാനവും കോടതിയും ഒക്കെ ഉണ്ട്. ഇവരാരും ഈ പറഞ്ഞ അതേ ഹണി റോസിന് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ട് ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞപ്പോഴും ഈ പോലീസും കോടതിയോ അല്ലെ ഇവിടുത്തെ ഒരു സംവിധാനവും അവരെ സഹായിക്കാൻ ചെന്നില്ലെന്ന് അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ അത്? അപ്പോൾ എങ്ങനെ ഇവരെയൊക്കെ ശ്രദ്ധിക്കും? ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു കുടുംബത്തോടുള്ള ഒരു ഭയങ്കരമായ ഈ ക്രൂവൽറ്റി, അതിനുശേഷമുള്ള ഈ പീഡനം, ഈ ജീവിതം, എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള തീട്ട കേസുകളും അലമ്പും കളിയും കൊണ്ട് നടക്കുവാന്ന് കോടതി അടക്കും. അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കിട്ടത്തില്ല.
അതേസമയം 2 ലക്ഷത്തിന് മുകളിൽ ക്രൈംസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പോലീസിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിൽ 10,000 പേര് മിസ്സിംഗ് ആണ്. അവരൊന്നും എത്ര പേരാണോ, 60,000 ആണോ, 6,000 ആണെന്ന് തോന്നുന്നു. 6,000 ആളുകൾ മിസ്സിംഗ് ആയിട്ട്. അതിനെപ്പറ്റി ഒന്നും നമ്മൾ വാർത്ത പോലും, മിസ്സിംഗ് ആയ ആൾക്കാരുടെ വാർത്ത ശരിക്കും കാണണ്ടേ? അവരുടെ ഫോട്ടോയും പല ആംഗിളിലുള്ള ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രചരിക്കണ്ടേ? അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ സ്വഭാവ രീതികളിൽ അങ്ങനത്തെ ഒരുപാട് പ്രൊഫൈൽ ഏതാണ്, ഫേസ്ബുക്ക് എന്തൊക്കെയാണ് അവരുടെ, എന്തെല്ലാം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റണം. അതൊക്കെ വാർത്തകളിൽ കൃത്യമായിട്ട് വരണ്ടേ? അതൊന്നും വരാതെ ഹണി റോസ്, ബോച്ച്, ചെകുത്താൻ, ആറാട്ടണ്ണൻ, വലിയ ഇവരൊക്കെ ഭയങ്കര വലിയ ക്രിമിനലും കെട്ടിയിട്ട് പീഡിപ്പിച്ച സന്തോഷ് വർക്കിയ, ലിഞ്ചസ് പെരേരയെ പറ്റിയൊക്കെ ഒരു 2 ദിവസമൊക്കെ വാർത്ത ഇടുന്ന മാധ്യമങ്ങളും ഇതിനൊക്കെ സമയം കളയുന്ന പോലീസും ഇതിനകത്ത് കയറി ഇടപെടേണ്ടി വരുന്ന കോടതിയും എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അല്ലേ, എന്തോ കുഴപ്പമില്ല ഇവിടെ. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കേസുകൾ കാണാതാകുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനൊരു ചുറ്റുപാടിൽ നിന്ന് പോയി അവരെ വാർത്തകളിലെല്ലാം അറിയിക്കണ്ടേ? അവർ ഇന്നടത്ത് പോയ ആൾക്കാരാണ്, അവരെ പറ്റി വാർത്ത വരണം, ഒരുപാട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യണം. അന്ന് എല്ലാവരും വാർത്തകളിൽ കാണുന്നു, കൂടുതൽ അലേർട്ടാവും. അടുത്ത പ്രാവശ്യം എങ്ങനെ പോകാതിരിക്കാൻ നോക്കാം, ഇതെങ്ങോട്ടാണ് പോയത്, അപ്പോൾ രേഖാചിത്രങ്ങൾ വരച്ച് കാണിക്കുക, പോലീസിൻ്റെ അന്വേഷണം എന്തെന്ന് പോലീസ് പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം പെട്ടെന്ന് പോലീസുകാരൊക്കെ വൻ പരാജയമാണെന്ന് തോന്നിപ്പോകും. കാരണം അങ്ങനെ അധികം പേരെ കണ്ടെത്തുന്നില്ല. കണ്ടെത്തിയാൽ അതെടുത്തിട്ട് സ്കോറിങ്, അതാണ് വീഡിയോ വരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും പിള്ളേർ കാറിൻ്റെ വിൻഡോയുടെ പുറത്തോട്ട് തലയിട്ടു, ഒരുത്തൻ വേണ്ട വണ്ടിക്ക് മുകളിൽ കയറി ഇരുന്ന് എന്തോ കാണിച്ചു, അപ്പോൾ ഉടനെ അത് MVD പിടിച്ചു, അവനെ കൊണ്ട് ഇരുത്തി, അവൻ്റെ ലൈസൻസ് ആജീവനാന്തം കട്ട് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവനെ അങ്ങ് പീഡിപ്പിച്ചു, പിന്നെ അവനെ അങ്ങ് നിർത്തി അങ്ങ് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇമാതിരി അത് വർഷത്തിലൊരു 4 കാണത്തുള്ളൂ. അതൊരു വലിയ അപകടകരമായ ഒരു പരിപാടിയല്ലെന്ന് എവിടെ നോക്കിയാലും ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ആണെങ്കിൽ ഇവിടുത്തെ വിഡ്ഢികൾ കൈയടിക്കും. ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്നാലും പോയാലും അവൻ ആ മറ്റേത് കാണുമ്പോൾ കൈയടിക്കും. പട്ടിണി കിടന്നാലും വെള്ളത്തിൽ നിന്ന് മറ്റേ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് വീടും എല്ലാം മുങ്ങിയിട്ട് കൈ കിട്ടിയതും പൊക്കിയിട്ട് തല വെച്ചുകൊണ്ട് വരുമ്പോൾ ചോദിക്കുന്ന സരിതയുടെ കേസ് എന്തോ ആയെന്ന്. അന്ന് സരിതയുടെ കേസ് തിളങ്ങി നിൽക്കുക. സരിത എങ്ങനെയാണ്, ഫ്ലഡൊക്കെ വന്നുകൊണ്ടാണ് ഒന്ന് കുറഞ്ഞത്. സരിത എങ്ങനെ, സരിതയുടെ പുതിയ ക്ലിപ്പ് വല്ലതും വന്നോ എന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് വീട് മുങ്ങിക്കഴിഞ്ഞപ്പോൾ. അതാണ് മലയാളി പൊളിയാന്ന് പറയുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത, ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈംസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇതേപോലത്തെ ഏരിയ, ഒരു സൈക്യാട്രിക് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ തിരിച്ചറിയാൻ ശ്രമിക്കാതിരിക്കുക, എന്നിട്ട് അവർ ഏറ്റവും ഹീനമായൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ട് അതുങ്ങളെയും പൊക്കിയെടുത്ത് അതിനെ വീഡിയോയിലിട്ട് അവരെയും കൂടെ നാട്ടിച്ച് അവരെ കൊണ്ട് ജയിലിലടച്ച് ജയിലിൽ നിറയ്ക്കുക, പോലീസുകാർ ഇതിൻ്റെ പുറകെ ഓടി നടക്കുക, ഭയങ്കര ആക്ഷൻ സീൻസൊക്കെ കണ്ട് നടക്കുന്ന ടൈപ്പ് പ്രേക്ഷകരും നാട്ടുകാരൊക്കെ എന്ന് വെച്ചാൽ ഇടി കാണാനൊക്കെ നിൽക്കുന്നത്. കൊലപാതകം, ഇനി അവനെ കണ്ടുപിടിക്കുക, അതെന്തോ വലിയ സംഭവം പോലെ. ഒരു കേസ് അന്വേഷണമൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ സിനിമയിലൊക്കെ, കണ്ടുപിടിക്കുക, വലിയ കഴിവുള്ളവനാ, അതൊക്കെയാണ് കഴിവ്. അതുകൊണ്ട് എന്താ, കണ്ടുപിടിക്കുന്നവർക്ക് ഭയങ്കര കയ്യടിയാണ്. ഇത് തടയാൻ ശ്രമിക്കുക അല്ല ചെയ്യുന്നത്. ഇവർക്കത് തടഞ്ഞു കഴിഞ്ഞാൽ കയ്യടി ഇല്ലാത്തതുകൊണ്ടാണോ തടയാത്തത്? അല്ലെ തൊഴിൽപരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇനി ഇവർക്ക് ജോലി ഇല്ലാത്ത പോലെ തോന്നുമോ? റിലാക്സ്ഡായിട്ട് ജീവിക്കാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കണം, അതിന് പണി ഉണ്ടാക്കുന്ന പോലെ. ഇപ്പോൾ ഒരാളെ കിട്ടി, ഒരു ചെറിയ കേസ് പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ജയിലിലിട്ട് കഴിഞ്ഞാൽ അവൻ തിരിച്ചിറങ്ങുന്ന വലിയ ക്രിമിനലായിട്ടൊക്കെയാണ്. അതിവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഈ പാർട്ടിക്കാർ ഇച്ചിരി അഗ്രസീവായിട്ടുള്ള പിള്ളേരെ ഗുണ്ടകളാക്കി ട്രെയിൻ ചെയ്ത് അവരുടെ ജീവിതം ഒരു പരിവാക്കുക, അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ പാർട്ടി ഗുണ്ടകളെന്നൊക്കെ പറഞ്ഞവരൊക്കെ പാങ്ങളൊക്കെ തന്നെയാണ്. അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവരെ പുറയിൽ ഒരു ബ്രെയിൻ പ്രവർത്തിച്ചതും ഇല്ല. അവരെ വളരെ കൃത്യമായിട്ട് വളരെ പതുക്കെ ഒരു സ്ലോ പോയ്സണിങ് കൊടുക്കുന്ന പോലെ പല കേസുകളിൽ പെട്ടതും അവരതിനകത്ത് നൂരാൻ പറ്റാതായി പോയതും. പിന്നെ ഈ ഒരു മാനസിക പ്രത്യേകതയുള്ള ആളായതുകൊണ്ട് അഗ്രഷനും ആങ്കറും ഒക്കെ ഇച്ചിരി കൂടുതലായതുകൊണ്ട് അയാൾ വീണ്ടും അക്രമ സംഭവങ്ങളിൽ കഴിവ് തെളിയിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും പീഡനം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഇല്ലേ? എന്തെല്ലാം അംഗവൈകല്യങ്ങൾ സംഭവിച്ചു, എത്രത്തോളം പേടിച്ച് ജീവിച്ചു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഈ നാട്ടിൽ? എത്രയോ പേര് അങ്ങനെ അല്ലാതെ ജീവിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രം ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, അത് ആ സൈക്കോളജിയാണ്, ആൾക്കാരുടെ സൈക്യാട്രിക് ഒരു ഇഷ്യൂ ആണ്. ഈ അക്രമം, ദേഷ്യം, ഇതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ വേറൊരു ദിശയിലേക്ക് തിരിച്ചു വിട്ട് ആക്രമിക്കാൻ അവസരം കൊടുത്ത് വല്ല MMA ഫൈറ്റോ
അല്ലെങ്കിൽ കർണക്കുറ്റിക്ക് അടിക്കുന്ന കളിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇമാരെന്തേ കാണിക്കുന്നത്. ആ പുറത്തൊക്കെ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടും. അതൊക്കെ ഒരു സ്പോർട്സ് ഇവൻ്റായിട്ട് അങ്ങ് മാറ്റി. ഞാൻ പണ്ട് പറയത്തില്ല, ഈ പാർട്ടിക്കാരൊക്കെ കൂടി അല്ലെങ്കിൽ ഈ വർഗീയ കലാപം ഉണ്ടാക്കാൻ നടക്കുന്നവന്മാർ വല്ല സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഒരു ജാതിയിൽ നിന്ന് വരുന്നവനെ അവിടെ നിന്നടിക്കുക, ഒരു 3 മതക്കാർക്ക് തമ്മിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ അടി ഉണ്ടാക്കാൻ താല്പര്യമുള്ള മതവിശ്വാസികൾ എല്ലാവരും അവിടെ പോയി അടിച്ച് തല്ലി അങ്ങ് ചാവണം, മനസ്സിലായി. അതുപോലെ പാർട്ടിക്കാർക്ക് തല്ലി ചാവണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ചാവും. എന്തിനാ ഈ സാധാരണക്കാരുടെ ഇടയിൽ കിടന്ന് വെട്ടും കുത്തുമൊക്കെ ഉണ്ടാക്കുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ഇതിനകത്തൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ വെട്ടിക്കൊന്നും ബോംബിട്ട് പൊട്ടിച്ചും ഇതുപോലെ ആവശ്യം എന്താ? ഇമാർക്കൊക്കെ കൊല്ലാനാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് നേരെ നല്ല അവസരമാണ്. അവർ തമ്മിലാവുമ്പോൾ നല്ല രസമായിരിക്കും, ഫൈറ്റ് നല്ല രസമായിരിക്കും അവർക്ക്. അതുമല്ല, ഈ നെഹ്റു സ്റ്റേഡിയത്തിലോ വല്ല ഒരു ഇവൻ്റ് ആക്കി വെച്ചിട്ട് കാണികളെ കൂടെ വിളിച്ച് ടിക്കറ്റ് വെച്ചാൽ നല്ല പൈസയും കിട്ടും. നല്ല ഭയങ്കര ഒരു ലക്ഷറി സ്പോർട്സ് ആയിരിക്കും അത്. എന്നുവെച്ചാൽ ലൈവിൽ വെട്ടിക്കൊല്ലുന്നൊക്കെ പഴയ ഗ്ലാഡിയേറ്റേഴ്സൊക്കെ വന്ന് ചെയ്യുന്ന പോലെ ഗ്ലാഡിയേറ്റർ സിനിമയൊക്കെ ഇവിടെ വൻ ഹിറ്റാണല്ലോ. അങ്ങനെ ചെയ്തുകൂടെ നിങ്ങൾക്ക്? എന്താണ് നിങ്ങൾ കൊല്ലും എങ്കിൽ പിന്നെ ഇങ്ങനൊരു അവസരം കൊടുക്കും ഇവർക്ക്. ഗവൺമെൻറ്റായിട്ട് അവസരം കൊടുക്കട്ടെ. അയ്യോ, ആത്മഹത്യ ചെയ്യാൻ വരുന്നവർ ആത്മഹത്യ ചെയ്യുന്ന ഷോ, മനസ്സിലാകണ്ട എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ചെയ്യണം. ഇവർക്ക് ഇപ്പോൾ ഒരു രക്ഷയില്ലെന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവിടെ പോയി അടി ഉണ്ടാക്കിട്ടെന്ന് അടിച്ച് ചാവണ്ടാത്ത തല്ലുകാരും കുത്തി കൊല്ലാൻ താല്പര്യമുള്ളവർ, കുത്തി മരിക്കാൻ താല്പര്യമുള്ളവരോട് ഒന്നിച്ച് വാ. ഇവന് കുത്തി ചാവാൻ പേടിയാ, കൊല്ലാനേ ഉള്ളൂ താല്പര്യം, മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അവർ രണ്ടുപേരും ഭയങ്കര കുത്തുകാരാന്ന് പറഞ്ഞാൽ രണ്ടുപേരും കമ്പനി അടിച്ചിട്ട് വേറൊരാളെ കുത്താന്ന് പറഞ്ഞു പോകും. ഒരു പാവപ്പെട്ടവനെ പിടിച്ച് കുത്തടയെന്ന്. അതൊക്കെ ഇവിടുത്തെ അവസ്ഥ. അതല്ലേ കുത്തുകാർ. ശരിക്കുള്ള അടിക്കാരും അങ്ങനെയൊക്കെ തന്നെ. ഈക്വലായിട്ടുള്ള ശക്തികൾ തമ്മിൽ അടി ഉണ്ടാകത്തൊന്നുമില്ല. തന്നെയൊക്കെ മുകളിലോട്ട് ചെന്ന് അടിക്കത്തുമില്ല. തന്നെയൊക്കെ പവർലെസ് ആയിട്ടുള്ള ഒരാളെ കിട്ടുമ്പോഴേ ഈ അടി കൂടുതൽ നടക്കാറ്. ഏതെങ്കിലും തരത്തിൽ അവൻ അടിക്കാം, നെഞ്ചത്ത് കയറാം, ചാഞ്ഞ് കിടക്കുകയാണ്, ചവിട്ടി കയറൂ എന്നൊക്കെ പറയുന്ന രീതിയിലല്ലേ ഇത് നടന്നിട്ടുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഇവിടുത്തെ വീരശൂര പരാക്രമങ്ങളല്ലേ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ക്രൈംസ് തടയാനൊന്നും അറിയാനോ ഒന്നും പറ്റത്തില്ല. പെട്ടെന്നൊരു ദിവസം ഇവനങ്ങ് വയലൻ്റ് ആവുക. അത് കുറേ നാളായിട്ട് ഈ സാധനം കുഴപ്പമുണ്ട്, ഇവനെ കൗൺസിൽ ചെയ്തോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ അറിയാൻ പറ്റും വയലൻസ് ഉള്ള കുട്ടിയാണ്. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ അവരൊക്കെ പിന്നീട് പ്രശ്നക്കാരായി മാറിയിട്ടൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടാറുണ്ട്. ഇപ്പോഴും എനിക്കറിയാം അവരെയൊക്കെ. അവരെല്ലാം ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നും കള്ളും എല്ലാം നല്ല ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ജയിലിൽ പോയി കിടന്ന് അതൊരു വേറൊരു ജീവിത രീതിയായി മാറുവാണ്. ഒരു ഹാബിറ്റേറ്റൽ പരിപാടിയാണ്.